ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിൽ നിന്ന് ജെസ്സി ഗേൽ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. പകരം അയാൾക്ക് കോടതി പ്രൊവിഷണൽ ശിക്ഷ വിധിക്കപ്പെടുന്നു. അതിൻ്റെ പരോൾ ഓഫീസറായി പുതുതായി ചാർജ് എടുക്കുകയാണ് ബെത്ത്. വലിയ കട്ടിയുള്ള കണ്ണാടി ധരിച്ച് ബ്ലൗസിൻ്റെ മുകളിലെ ബട്ടൺ ഇടുന്നതിനാൽ പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്ന ഒരു ലൈംഗിക അഗ്നിപർവ്വതമാണ് അവൾ. അങ്ങനെ തൻ്റെ ആദ്യ കേസായ തൻ്റെ ഉറ്റ സുഹൃത്തിനെ കൊന്ന കുറ്റവാളിയായ ജെസ്സി ഗേലിനെ അവൾ കാണുന്നു. അങ്ങനെ ചെറിയൊരു അന്വേഷണത്തിന് ശേഷം ജെസ്സി അവൾ വിട്ടയക്കുന്നു. അന്നേ ദിവസം രാത്രി തൻ്റെ കാമുകനായ ജോയെ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ജെസ്സിയെ കാണുവാനായി ബെത്ത് അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. സർവ്വമര്യാദകളോടെയും ബെത്തിനെ ജെസ്സി സ്വീകരിക്കുന്നു. ബെത്തിൻ്റെ സംശയങ്ങൾക്ക് ഓരോന്നായി ജെസ്സി മറുപടി പറയുന്നു. തൻ്റെ പരോൾ ഓഫീസറിൻ്റെ അന്വേഷണത്തിന് പൂർണ്ണമായി അവൻ സഹകരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ അന്വേഷണം അവസാനിപ്പിച്ച് ബെത്ത് വീട്ടിലേക്ക് മടങ്ങുന്നു. തിരികെ വന്ന ബെത്ത് തൻ്റെ കാമുകൻ്റെ സ്നേഹപ്രകടനങ്ങൾ മതിവരുവോളം അനുഭവിച്ച് തൻ്റെ കേസിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. അങ്ങനെ തകൃതിയായി കേസന്വേഷണം മുന്നോട്ടു പോകുന്നു. അതിൻ്റെ ഭാഗമായി പലരെ കാണുകയും ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബെത്ത് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുവാനായി പോകുന്നു. അവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ ജെസ്സി അവിടേക്ക് വരുന്നു. അയാളുടെ സംസാരവും പെരുമാറ്റവും ബെത്ത് ശ്രദ്ധിക്കുവാൻ തുടങ്ങുന്നു. അതുമൂലം മനസ്സിലുള്ള ശത്രുത വെടിഞ്ഞ് ജെസ്സിയെ ഇഷ്ടപ്പെടുവാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അയാൾ നീട്ടിയ ഡ്രിങ്ക് ഒരു മടിയും കൂടാതെ വാങ്ങി അയാളോടൊപ്പം ഒരു ടേബിളിൽ ഇരുന്ന് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നത്. അങ്ങനെ നീണ്ട നേരത്തെ സംസാരത്തിനൊടുവിൽ ബെത്ത് പോകുന്നു. ഈ നിമിഷം ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് അവളെ ആക്രമിക്കുന്നു. രക്ഷകനായി ജെസ്സി ഗേൽ വരുന്നു. രക്ഷിച്ചു അവളെ വീട്ടിലാക്കുന്നു. വീട്ടിലെത്തിയ ബെത്ത് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞ് ബെത്ത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. അവിടെ അവളെ കാത്ത് കാമുകനായ ജോ ഉണ്ടായിരുന്നു. നൂറുകൂട്ടം ചോദ്യങ്ങൾ. അവനൊരു കൊലകാരനാണ്. നീ അവൻ്റെ കേസ് അന്വേഷിക്കുവാൻ വന്ന ഓഫീസറാണ്. ഇതെല്ലാമായിരുന്നു ജോയുടെ വാദം. അവസാനം ബെത്ത് അയാൾ നല്ലൊരു മനുഷ്യനാണ്, അയാളല്ല ഈ കേസിലെ പ്രതിയെന്ന് പറഞ്ഞു ജെസ്സിയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. ദേഷ്യത്തോടെ റൂമിലെത്തിയ ബെത്ത് തൻ്റെ കൂട്ടുകാരിയുടെ ഫോട്ടോ കണ്ടപ്പോൾ വളരെയധികം വിഷമത്തിലാകുന്നു. അന്നേ ദിവസം രാത്രി ബെത്ത് ജെസ്സിയെ അന്വേഷിച്ച് അവൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഈ നിമിഷം ജോ ബെത്തിനെ നിരീക്ഷിക്കുവാൻ വേണ്ടി ജെസ്സിയുടെ വീട്ടിൻ്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ബെത്തിനെ തൻ്റെ ഫോട്ടോ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ബെത്ത് വന്ന ഉടൻ തൻ്റെ മോഡലിനെ പൈസ കൊടുത്ത് പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടുന്നു. ഒരു ഡ്രിങ്ക്സ് നൽകി അവർ സംസാരിക്കുവാൻ തുടങ്ങുന്നു. അങ്ങനെ സംസാരം മടുത്തു തുടങ്ങിയപ്പോൾ ജെസ്സി ബെത്തിനെ തൻ്റെ ഫോട്ടോയ്ക്ക് മോഡലാകുവാൻ ക്ഷണിക്കുന്നു. ജെസ്സി ഒരു നൂഡ് ഫോട്ടോഗ്രാഫർ ആണ്. ആദ്യം ഫോട്ടോ, പിന്നെ കാര്യപരിപാടികൾ. അതാണ് ജെസ്സി ഗേലിൻ്റെ പോളിസി. അങ്ങനെ ബെത്തിനെയും അയാൾ ക്ഷണിക്കുന്നു. ആദ്യമൊന്നും മടിച്ചെങ്കിലും ബെത്ത് നിർബന്ധത്തിന് വഴങ്ങുന്നു. അങ്ങനെ തുണിയിട്ടതും ഇടാത്തതുമായ ഒട്ടനവധി ഫോട്ടോകൾ. ഒരു നല്ല മോഡലിനെ പോലെ ബെത്തും. ഫോട്ടോഷൂട്ടും കാര്യപരിപാടികൾക്കുമൊടുവിൽ ബെത്ത് തൻ്റെ ഇഷ്ടം ജെസ്സിയോട് തുറന്നു പറയുന്നു. സന്തോഷത്തോടെയും അതിലധികം സമൃദ്ധിയോടെയും അവൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ബെത്തിനെ തേടി തൻ്റെ സുഹൃത്തായ കരോളിൻ വരുന്നു. ഇവൾ യഥാർത്ഥത്തിൽ ജോയുടെ കാമുകയാണ്. കരോളിൻ നാട്ടിൽ പോയപ്പോൾ ചെറിയൊരു ചുറ്റിക്കളി. അങ്ങനെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കരോളിനോട് കേസിൻ്റെ കാര്യങ്ങളെല്ലാം ജോയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നു. അടുത്ത ദിവസം ഓഫീസിലെത്തിയ ബെത്ത് അന്വേഷിക്കുവാനുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു നൽകുന്നു. ഈ നിമിഷം ജെസ്സിയുടെ ഫോൺ കോൾ അവിടേക്ക് വരുന്നു. കേസിൻ്റെ കാര്യങ്ങൾ അയാളുമായി ചർച്ച ചെയ്യുകയും രക്ഷപ്പെടുവാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രിയിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുവാൻ നിൽക്കുന്ന ബെത്തിൻ്റെ അരികിലേക്ക് ജെസ്സി വരുന്നു. കണ്ണുകെട്ടി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. തന്നെ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി അവളെ മതിവരുവോളം ജെസ്സി സൂചിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ കലാപരിപാടികൾക്ക് ശേഷം ബെത്ത് തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. അവിടെ എത്തിയ ജോ കടന്നു വരുന്നു. കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങുന്നു. ജെസ്സി ഗേൽ തന്നെയാണ്
യഥാർത്ഥ പ്രതിയെന്ന് ജോ ബെത്തിനെ അറിയിക്കുന്നു. അവിടേക്ക് കരോലിൻ കടന്നു വരുന്നു. കേസിൻ്റെ കാര്യങ്ങളും അതോടൊപ്പം ജേസിയുമായുള്ള ബന്ധവും കരോലിൻ ബെത്തിനോട് ചോദിക്കുന്നു. അതുമൂലം വലിയ ബഹളങ്ങൾ ഉണ്ടാകുന്നു. ജേസിയോടും കരോളിനോടും ദേഷ്യപ്പെട്ട് ബെത്ത് ജേസിയുടെ വീട്ടിലേക്ക് പോകുന്നു. വിശദമായ ചർച്ചകളും കലാപരിപാടികളും നടത്തുന്നു. ദേഷ്യത്തിലായിരുന്ന ബെത്തിനെ ജേസി സമാധാനപ്പെടുന്നു. എന്നാൽ ഈ നിമിഷം അവിടേക്ക് ജോ കടന്നു വരുന്നു. പ്രതിയായ ജേസിയെ അറസ്റ്റ് ചെയ്യുവാൻ ഒരുങ്ങുന്നു. ബെത്ത് ഇതിനെ തടയുന്നു. പിടിവലിക്കൊടുവിൽ ജേസി ജോയെ വെടിവെക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ബെത്ത് ജേസിയെ വെടിവെക്കുന്നു. കേസ് ക്ലോസ് ചെയ്യുന്നു. ഇതെല്ലാം തൻ്റെ പ്ലാനാണ് എന്ന് ബെത്ത് മനസ്സിൽ സന്തോഷിക്കുന്നു. അവൾ അടുത്ത കേസിൻ്റെ പുറകിലേക്ക് പോകുന്നു. ശുഭം. ഈ വീഡിയോയുടെ പേരും ബാക്കി ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ മുഴുവനായി കാണുവാനായി ഡിസ്ക്രിപ്ഷനിലുള്ള ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ.